ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഗ്രാമവികസനത്തിന് നട്ടെല്ലാണ് കൃഷിയെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം സാധ്യമാകൂ എന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യ കുവൈറ്റ് ബന്ധം ഊഷ്മളമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീറുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ 71,000-ലധികം പേർക്ക് നിയമനം നൽകി നാളെ റോസ്ഗാർ മേള. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. ആഗോളതലത്തിൽ സ്വതന്ത്ര ശക്തിയായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കുറച്ചതിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ഡൽഹി പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗ്രാമവികസനത്തിന് നട്ടെല്ലാണ് കൃഷിയെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം സാധ്യമാകൂ എന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. വിപണിയിൽ ഇടപെട്ടും മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ നിർമ്മിച്ചും കർഷക കൂട്ടായ്മ സൃഷ്ടിച്ചും കർഷകർക്കും കുടുംബങ്ങൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ചൌധരി ചരൺ സിംഗ് അവാർഡ് ജേതാക്കളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഗ്രാമവികസനത്തിനും കർഷകരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ചൌധരി ചരൺ സിംഗിന്റെ പരിശ്രമങ്ങളെ ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫാർമസ്യൂട്ടിക്കൽ, IT തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. കൂടിക്കാഴ്ചയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ സഹകരണത്തിലുള്ള ധാരണാപത്രവും ഇരു രാജ്യങ്ങളും കൈമാറി. കുവൈറ്റ് ഭരണകൂടത്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന 20ാമത് രാജ്യാന്തര ബഹുമതിയാണ് ഇത്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കർദിനാളുമാർ, ബിഷപ്പുമാർ തുടങ്ങിയ പ്രമുഖരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. ആഗോളതലത്തിൽ സ്വതന്ത്ര ശക്തിയായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായുള്ള നിരന്തര പ്രയത്നം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിലെ ഒരു ചടങ്ങിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. On the one hand, the last decade has demonstrated that we have the capabilities, the confidence, and most importantly, the commitment to advance development across broad fronts. On the global stage, we have established ourselves as an independent power, but one committed to global good, especially the well-being of the global south. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ വകുപ്പുകളിൽ പുതുതായി നിയമനം നേടുന്ന 71,000-ലധികം പേരുടെ നിയമന പത്രം നാളെ നടക്കുന്ന റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി കൈമാറും. രാജ്യത്തെ 45 ഇടങ്ങളിൽ മേളകൾ നടക്കും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാളെ രാവിലെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം 10% താഴെയെന്നത് രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. ഊർജ്ജ നഗരകാര്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രിക്ക് കൈമാറി. ജലവൈദ്യുത പദ്ധതികൾക്കുള്ള കേന്ദ്ര അനുമതി ലഭ്യമാകുന്നതിന് ഏകജാലക സംവിധാനം ഒരുക്കുന്നത് പരിഗണിക്കാമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്ഥലം കണ്ടെത്തി നൽകിയാൽ കേരളത്തിൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലെത്തി മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR _TVM X ഹാൻഡിലും ലഭ്യമാണ്. അണ്ടർ 19 വനിതാ ട്വന്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെ 41 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. 118 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 76 റൺസിന് എല്ലാവരും പുറത്തായി.
ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം. കൊച്ചിയിലാണ് മത്സരം. നിലവിലെ പോയിന്റ് പട്ടികയിൽ കേരളം 11-മതും മുഹമ്മദൻ SC 13-മതുമാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളവും ഡൽഹിയും തമ്മിലുള്ള മത്സരം ഇന്ന് ഹൈദരാബാദിൽ. ICC ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരായി വെസ്റ്റ് ഇൻഡീസിന് 315 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺസ് എന്ന നിലയിലാണ്. സ്മൃതി മന്ദാന ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടി. 3 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ധലായ് ജില്ലയിൽ 668 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഹദുക്ലൌവിലെ ബ്രൂ സമൂഹത്തിന്റെ ക്യാമ്പ് ശ്രീ ഷാ സന്ദർശിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ ആയുഷ്മാൻ ഭാരത് കാർഡ് ഇല്ലാത്തവർക്ക് ഉടൻ തന്നെ കാർഡുകൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. भारत सरकार की सहायता से सबके घर बने हैं और प्रति परिवार 1.5 लाख रुपया घर के लिए और 4 लाख रुपया उनकी सहायता के लिए दिया गया है. गैस का सिलेंडर भी दिया गया है और 24 महीनों के लिए 5,000 रुपया की मासिक मदद भी भारतीय जनता पार्टी की सरकार ने की है. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം നടന്നത്. മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ട തങ്ക അങ്കി രഥഘോഷയാത്ര ഇലവുംതിട്ട മുട്ടത്തുകോണം പിന്നിട്ടു. ഭക്തജനങ്ങളുടെ വൻ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഘോഷയാത്രയ്ക്ക് ലഭിക്കുന്നത്. ഘോഷയാത്ര 25-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ശബരിമല മണ്ഡല പൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തങ്ക അങ്കി ഘോഷയാത്രയുടെ ഭാഗമായും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. നൈജീരിയയിൽ ക്രിസ്മസ് പരിപാടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും വാങ്ങാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് 4 കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. ഇന്നലെ 2 വ്യത്യസ്ത ഇടങ്ങളിൽ നടന്ന പരിപാടികൾക്കിടെയാണ് അപകടം ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഡിസംബർ 18-ന് തെക്കുപടിഞ്ഞാറൻ നൈജീരിയയിലെ ഇബാദൻ നഗരത്തിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. 35ഓളം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ജർമ്മനിയിലെ മാഗ്ബർഗിൽ കാർ ഇടിച്ചു കയറി 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. ഇന്നലെ വൈകുന്നേരം സജീവമായിരുന്ന ക്രിസ്മസ് വിപണിയിലേക്കാണ് കാർ പാഞ്ഞു കയറിയത്. 200ഓളം പേർക്ക് പരിക്കേറ്റു. 7 ഇന്ത്യക്കാരും പരിക്കേറ്റവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ ദമാസ്കസിലെ എംബസി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിച്ച് ഖത്തർ. സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് 13 വർഷങ്ങൾക്ക് മുൻപടച്ച എംബസിയാണ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ശേഷം സിറിയയുമായി നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഖത്തർ. നേരത്തെ തുർക്കിയെയും ബന്ധം പുനരാരംഭിച്ചിരുന്നു. ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് ഉപഭോക്തൃകാര്യ വകുപ്പ് വിവിധ മൊബൈൽ ആപ്പുകളും ജാഗ്രതി ഡാഷ്ബോർഡും മറ്റന്നാൾ പുറത്തിറക്കും. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വെബ്സൈറ്റ് ലിങ്കുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആപ്പ് ഉപയോക്താക്കളെ സഹായിക്കും. ഇവ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പരാതികളായി രജിസ്റ്റർ ചെയ്യും. സംസ്ഥാന വൈദ്യുതി വകുപ്പും ഇലറ്റ്സ് ടെക്നോ മീഡിയയും സംയുക്തമായി അടുത്ത വർഷം ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജി സമ്മിറ്റ് സംഘടിപ്പിക്കും. 2025 മാർച്ച് 12-13 തീയതികളിൽ കൊച്ചിയിലാണ് സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുനരുപയോഗ ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തും. റഷ്യയുടെ കാംചാത്ക പ്രവിശ്യയിൽ നിന്നും കാണാതായ വിമാനം കണ്ടെത്തി. വിമാനത്തിലെ 3 യാത്രികരും സുരക്ഷിതരാണെന്നും ഇവരെ ഹെലികോപ്റ്റർ മുഖേന വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. ഒസോറിയയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് യാത്രാമധ്യേ വ്യാഴാഴ്ച കാണാതായത്. പഞ്ചാബിലെ ചണ്ഡീഗഡിന് സമീപം മൊഹാലിയിൽ ഇന്നലെ 3 നില കെട്ടിടം തകർന്ന് 2 പേർ മരിച്ചു. കരസേനയും NDRFും സംസ്ഥാന പോലീസും പ്രദേശത്തെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമവികസനത്തിന് നട്ടെല്ലാണ് കൃഷിയെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം സാധ്യമാകൂ എന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യ കുവൈത്ത് ബന്ധം ഊഷ്മളമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീറുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ 71,000-ലധികം പേർക്ക് നിയമനം നൽകി നാളെ റോസ്ഗാർ മേള. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. ആഗോളതലത്തിൽ സ്വതന്ത്ര ശക്തിയായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കുറച്ചതിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ഡൽഹി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.